അങ്ങനെ നമ്മുടെ അലീന മനുവിന് ചായയൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡനിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ മനുവിനോട് അലീന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു മനുവേട്ടാ, അല്ലെങ്കിൽ ഞാൻ പോയിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മാഡം അങ്ങോട്ട് തിരിച്ച് വരില്ല, അതുകൊണ്ട് ഞാൻ കാരണം അവർ മാഡം തിരിച്ച് വരാതിരിക്കണം, അതുകൊണ്ട് ഞാൻ എന്തായാലും പോവുകയാണെന്ന് പറയുന്നത്. ആ സമയത്ത് മനു പറയുന്നത്, നീ ഇവിടുന്ന് പോയ എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനം ഉണ്ടാവുമോ? അത് ഒരിക്കലും ഉണ്ടാവില്ല, അത് നിൻ്റെ വെറുതെ തോന്നലാണെന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ എന്തായാലും പോവാണ് മനുവേട്ടാ, ഞാൻ ഒരു കാര്യം മാത്രമേ മനുവേട്ടനോട് ചോദിക്കാൻ വന്നിട്ടുള്ളൂ, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് എനിക്കറിയില്ല, അതുകൊണ്ട് മനുവേട്ടൻ എനിക്കൊരു വഴി ഒരു സ്ഥലമൊക്കെ പറഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ഇപ്പം മിണ്ടാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മനു പറഞ്ഞിട്ട് നമ്മൾ അലീനെ ഉള്ളിലേക്ക് വിടുന്നുണ്ട്. എന്തായാലും പോയിട്ട് അലീന ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ എടുത്തിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ വൈജ ടേബിൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, കണ്ണിക്കണ്ട അവളും കണ്ണിക്കണ്ടവന്മാരും പറഞ്ഞതൊക്കെ കേട്ടിട്ട് പോയുള്ള അനുഭവം നിനക്ക് അറിയാലോ, പോയിട്ട് എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടായതെന്നൊക്കെ നിനക്ക് അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമല വൈജയോട് ചോദിക്കുന്നുണ്ട്, നീ ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറയണതെന്ന്. ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറയണമെന്ന് രോഹിത്തിന് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മനസ്സിലായി, ഹരിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവൾ വേഗം നിന്നിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട, നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനു പറയേണ്ട, അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായി വൈജ ആൻറ്റി ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഇപ്പം അമ്മയ്ക്ക് നന്നായി മനസ്സിലായി എന്ന് പറഞ്ഞു. എന്തായാലും കമല ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിൽ പോയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. വൈജയ്ക്കാണെങ്കിൽ ആകെ ഇത് പറയേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.